ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞു മക്കൾ സംഗീതം അഭ്യസിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് എന്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് അറിയാമോ? നവം സാംസ്കാരിക സമിതി സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമുക്ക് നവംബർ 1 മുതൽ 10-ാം തീയതി വരെ നെടുമന പഞ്ചായത്തിൽ 10 സ്ഥലങ്ങളിലായിട്ടാണ് ഇത് അരങ്ങേറിയത്. അപ്പോൾ അതിലേക്ക് ഈ കുഞ്ഞു കുട്ടികൾ, ഈ കുട്ടികളുടെ നല്ല എന്താ പറയുന്നത്, വളരെ മനോഹരമായ ആലാപനവും അതിന് കൂട്ടായി ഉണ്ടായിരുന്നു. 2 ഗ്രൂപ്പായിട്ടാണ് ഇവർ പാട്ട് അവതരിപ്പിച്ചത്. താണ്ടെ 2 ഗ്രൂപ്പ്. ഇതിന് നേതൃത്വം നൽകിയ ടീച്ചറിൻ്റെ സംഘവും നമുക്ക് കാണാം. താണ്ടെ അവരും നമ്മോടൊപ്പമുണ്ട്. വയലാർ ശരത്ചന്ദ്രവർമ്മയായിരുന്നു അതിലെ മുഖ്യ അതിഥിയായി എത്തിയത്. ഇവരുടെ സംഗീത അധ്യാപികയാണ് സന്ധ്യ എന്ന് പറയുന്നത്, സന്ധ്യ ജയൻ, സന്ധ്യ ചേച്ചി. താണ്ടെ അവരുടെ ഫൈനൽ പ്രാക്ടീസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ഗ്രൂപ്പായിട്ടായിരുന്നു. ഈ പാടുന്നത് മോഹൻലാലിൻ്റെ പാട്ടുകളും അടുത്ത കുട്ടിപ്പട്ടാളംസ് കലാഭവൻ പാട്ടുകളുമാണ് പാടിയത്. വളരെ ഓരോ വ്യക്തികളെയും പിടിച്ചിരുത്തുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. പക്ഷേ വളരെ മനോഹരമായിട്ട് ആ ഒരു ലക്ഷ്യം നമുക്ക് സാധിച്ചെടുക്കാൻ സാധിച്ചു. നല്ലതുപോലെ ഒരുപാട് ഓഡിയൻസിൻ്റെ നിറസാന്നിധ്യത്തിലാണ് ഈ കുഞ്ഞുമക്കൾ പാട്ട് പാടിയത്. ഇപ്പോൾ ഇതിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് എൻ്റെ 2 മക്കളും ഇതിൽ ഭാഗമായി എന്നുള്ളതാണ്. ഈ ഒരു അവസരം ഞങ്ങൾക്ക് നൽകിയതിൽ, അതായത് ഞങ്ങളുടെ മക്കൾക്ക് നൽകിയതിൽ സന്ധ്യ ചേച്ചിയോടുകൂടി ഞങ്ങൾ ഇതിലോടുകൂടി നന്ദി അറിയിക്കുകയാണ് കേട്ടോ. എൻ്റെ പൊടിമോൾ LKG പഠിക്കുകയാണ്. ആ നടുക്ക് നിന്നാണ്ട് അവളെയാണ് നേരെ നിർത്തുന്നത് കേട്ടോ. താണ്ടെ ഈ ഒരു പരിപാടിക്ക് സത്യം പറഞ്ഞാൽ ഒരു പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് 1 മാസം ആകുന്നതേ ഉള്ളായിരുന്നു. അതിന് മുമ്പ് ഇത്ര വലിയൊരു സ്റ്റേജ് അവർക്ക് നൽകിയ സന്ധ്യ ചേച്ചിക്ക് ഞങ്ങൾ വീണ്ടും നന്ദി അറിയിക്കുന്നു. ആമി കലാഭവൻ പാട്ടൊക്കെ പഠിച്ച് പാടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു അത്ഭുതമായിരുന്നു. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അത് സ്വരമൊന്നും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ കാണാതെ പഠിച്ച് പാടാനുള്ളൊരു കഴിവുണ്ട്. അതായത് എന്തും ബൈഹാർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷേ ആമിയെ സംബന്ധിച്ചിടത്തോളം പൊടിക്കുട്ടിയല്ലേ, അവൾ ഇപ്പോൾ LKG പഠിക്കുന്നുള്ളൂ. അവൾക്ക് കാണാപ്പാടം പാട്ട് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷേ അതിലവൾ വിജയിച്ചു. അവളുടെ തൊട്ടിപ്പുറത്തേക്കുന്ന സന്ധ്യ ചേച്ചിയുടെ മോനാണ് കേട്ടോ, ഇന്ദ്രു. അവന് വളരെ അടിപൊളിയായിട്ടാണ് കേട്ടോ പാട്ട് പാടുന്നത്. പിന്നെ അത് ജന്മസിദ്ധമായ കഴിവായതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ചേച്ചി ഒരു ഗവൺമെൻറ് സ്കൂൾ അധ്യാപികയാണ്, മ്യൂസിക് ടീച്ചറാണ്. പിന്നെ നമ്മുടെ ചേട്ടൻ്റെ അവരച്ഛൻ്റെ അപ്പച്ചിയുടെ മോൾ കൂടിയാണ് കേട്ടോ. ആ ഒരു അതുകൊണ്ടായിരിക്കണം ഈ 1 മാസത്തിനുള്ളിൽ ഇവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തതെന്ന് ഞങ്ങൾ കരുതുന്നു. ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം ഇവരുടെ ഫസ്റ്റ് പാട്ട് അവരുടെ ആയിരുന്നു, സന്ധ്യ ചേച്ചിയുടെയൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമിയുടെയൊക്കെ പാട്ടായിരുന്നു. അതിൻ്റെ കലാഭവൻ പാട്ടായിരുന്നു കേട്ടോ. ആമി സ്റ്റേജിൽ കയറി അടങ്ങി നിൽക്കുമെന്ന് പോലും എനിക്ക് സംശയമായിരുന്നു. പക്ഷേ ആമി ആ പാട്ട് തീരുന്നത് വരെ പാടി. ഇതോടൊപ്പം മറ്റ് കലാരൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡാൻസുകളും തിരുവാതിരയും യോഗ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ ആച്ചുവിൻ്റെ പാട്ടാണ്. ഞാൻ ആ പാട്ട് മൊത്തത്തിൽ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റില്ല, കാര്യം നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് ഞാനവിടെ സെറ്റ് ചെയ്യാൻ. പക്ഷേ പാട്ട് ഫുള്ള് ഞാൻ എടുത്തതാണ്. പിന്നെ പങ്കെടുത്ത എല്ലാവർക്കും അവർ ട്രോഫി മൊമെൻറ്റോ കൊടുത്തതാണ്ട് ആമയുടെ ഇരിക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാവർക്കും ആ മൊമെൻറ്റോ കൊടുത്തായിരുന്നു കേട്ടോ. അതിൽ കുറച്ച് ഫോട്ടോസാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്നത്. പക്ഷേ എൻ്റെ ആമയുണ്ടോ നേരെ സ്റ്റേജിൽ നിൽക്കാൻ കൂടി ഒക്കെ അറിയില്ല. പക്ഷെ അവൾ അത്രയും സമയം ഈ ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് വളരെ അടിപൊളിയായിട്ടാണ് ആ കുട്ടികൾ അവിടെ നിന്നത്. അതുകൊണ്ട് ആച്ചിൻ്റെ കൂടെയൊക്കെ പാടുന്ന ഒരു കുട്ടി ഡാൻസ് ഉണ്ടായിരുന്നു, വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ കുട്ടി വേറൊരു ഡ്രസ്സ്. അതുകൊണ്ട് ഇതാണ് അവരുടെ സെറ്റ്, സന്ധ്യ ചേച്ചിയുടെയൊക്കെ സെറ്റ്. അവർക്കും മൊമെൻറ്റോ ഒക്കെ പിടിച്ചിട്ട് നിൽക്കുന്ന ഫോട്ടോസാണ്. ഇതിന് വലിയൊരു വീഡിയോ ചെയ്യണം എന്നാണ് വിചാരിച്ചത്, പക്ഷേ വീഡിയോസൊക്കെ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അപ്പം ഇതിൽ പങ്കെടുത്തതും ഇങ്ങനൊരു അവസരം തന്നതിനും ഒക്കെ പങ്കെടുപ്പിച്ചതിലും ഒക്കെ ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു.